നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ തിന്മകളെ കുറിച്ച് നാം സംസാരിക്കാൻ ഒരുങ്ങിയാൽ നമുക്ക് ഏറ്റവും ഗൗരവത്തോടുകൂടി പറയേണ്ട തിന്മ എന്ന് പറയുന്നത് ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കുകയില്ല. തൗബ ചെയ്ത് വിടുതൽ തേടിയതിൽ നിന്ന് പിന്മാറിപ്പോയാലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് എന്ന് പറയുന്ന പാതകത്തെ പൊറുക്കുകയില്ല. അതല്ലാത്തത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും ഔദാര്യങ്ങൾ. ശിർക്കിന്റെ ഗൗരവം, ശിർക്കിൽ നിലനിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അല്ലാഹുവിന് കൊടുക്കേണ്ട ആരാധന എന്ന് പറഞ്ഞാൽ ആരാധന അല്ലാഹുവിന് മാത്രം, വഴിപാടുകൾ അല്ലാഹുവിന് മാത്രം, പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രം, ബലിയർപ്പിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടി മാത്രം, നേർച്ച അല്ലാഹുവിന് വേണ്ടി മാത്രം. ഇതാണ് ആരാധനയായി സമൂഹത്തിൽ നിർവഹിക്കപ്പെടുന്ന സർവ്വസംഗതികളും അത് അർഹിക്കുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് മാത്രമാണ്. സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. സൃഷ്ടി ആരാധിക്കപ്പെട്ടുകൂടാ. ഈ സത്യം അതിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അർഹിക്കപ്പെട്ടത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ട് മരണപ്പെട്ടാൽ ഹുരിമത്ത് അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന്റെ മേൽ നിഷിദ്ധമാക്കപ്പെടും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗ്ഗം അല്ലാഹു തആല അവന്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മഹാന്മാരെന്ന് പറഞ്ഞ് സ്വാലിഹുകൾ, ഔലിയാക്കൾ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ചില ആളുകളെ പ്രതിഷ്ഠിക്കുകയും അതിലോട്ട് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകൾ പറയാറുള്ള പല ന്യായങ്ങളുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എപിയും ഇകെയും അതേപോലെ തന്നെ തെക്കൻ കേരളത്തിലാണെങ്കിൽ ദക്ഷിണയും തുടങ്ങിയിട്ടുള്ള ശിർക്കിലോട്ട് ആളുകളെ ക്ഷണിക്കുന്ന വിഭാഗം അവർ കെട്ടിപ്പൊക്കി ആരാധനയുടെ ഇടമാക്കി മാറ്റി സമൂഹത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന തലപ്പാവുധാരികളായിട്ടുള്ള ആളുകൾ. ആ ആളുകൾ സമൂഹത്തെ ശിർക്കിൽ തറച്ചിടാൻ ചില മുണ്ടി ന്യായങ്ങൾ പറയാറുണ്ട്. അവർ പറയുന്ന ന്യായങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ രക്ഷാധികാരികളെ സ്വീകരിക്കുന്നത് അല്ലാഹുവിലോട്ട് സാമീപ്യം തേടാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹുവിലോട്ട് സാമീപ്യം കിട്ടാനാണ്, അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശകരായി നമുക്ക് വരാനാണ്. ഇതാണ് സാധാരണ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതെങ്കിൽ അവരോട് പറയപ്പെടുമല്ല, നിങ്ങൾക്കറിയില്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരിട്ട മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹലും ഉത്ബത്തും ശൈബത്തും തുടങ്ങിയ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് തുടങ്ങിയ ഖുറൈശി കിങ്കരന്മാർ അവർ വിശ്വസിച്ചിരുന്നു ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരാരാധിക്കുന്നതെന്ന് അവരും വിശ്വസിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അവർ പറയും ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തുള്ള നമ്മുടെ ശുപാർശകർ, നമുക്കുള്ള ശുപാർശകരാണ് നാം ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയാറുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചത് ബിംബത്തെയാണ്, വിഗ്രഹത്തെയാണ്. ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മഹാന്മാരെയാണ്. ഈ വങ്കത്തരം സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ ഇത് കേട്ട് വിശ്വസിച്ച് ഈ മൂഢത്തരം അത് ഉസ്താദുമാർ എങ്ങനെയാണോ ഛർദിക്കുന്നത് അതേപോലെ എടുത്ത് വിഴുങ്ങാൻ ചിലപ്പോൾ ശൈലി ചിലപ്പോൾ കടുത്തു പോയെന്ന് വരും. പറയുന്ന വിഷയത്തിന്റെ ഗൗരവം അത് മനസ്സിലാക്കാനാണെന്ന് നാം മനസ്സിലാക്കണം. ശിർക്കിനെ എതിർത്തപ്പോൾ സഹാബത്തിന്റെ ശൈലിയിലും പല കാർക്കശ്യമായിട്ടുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട്. തിന്മയുടെ ഗൗരവം മനുഷ്യന്മാർ മനസ്സിലാക്കാനാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകൾ, ശ്രദ്ധിക്കണം, മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവം ചെയ്യാത്ത, ഉപകാരം ചെയ്യാത്ത ആളുകളെ ആരാധിക്കുമായിരുന്നു. എന്നിട്ട് അവർ പറയും ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്തുള്ള ശുപാർശകരാണ്. തഫ്സീറുർ റാസി ഞങ്ങളുടെ ഇമാമാണ്, റാസി ഇമാം എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ നാട്ടിലെ ഉസ്താദുമാർ. പള്ളി ദർസിൽ പഠിക്കുന്നവർ റാസി ഇമാമിനെ ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങളുടെ ഇമാമാണ്, അദ്ദേഹത്തിന്റെ തഫ്സീറാണെന്ന് പറയും. തഫ്സീറുർ റാസി ബഹുമാനത്തോടുകൂടി ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ചിന്തിച്ചു പോവുകയാണ്, ഇവർ ചുമക്കുന്നത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ചുമക്കലാണ്. എന്താണ് ഇതിന്റെ അകത്തുള്ളതെന്ന് അവർക്കറിയില്ല. ആ സംഗതി അറിഞ്ഞാൽ ചിലപ്പോൾ ആ കിതാബ് ഇട്ടിട്ട് ഓടും. ആ രൂപത്തിലാണ് കിതാബിന്റെ ഉള്ളിലുള്ളത്. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്തുള്ള ശുപാർശകരാണ്, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ഇമാമായ റാസി ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് കൈഫ ഖാലു, അറബി അറിയുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ, പള്ളി ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിം കുട്ടികളുണ്ടെങ്കിൽ, പ്രമാണത്തെ പ്രമാണമായി മനസ്സിലാക്കാനുള്ള ആർജവവും ധൈര്യവും ഉണ്ടെങ്കിൽ ഈ സമൂഹത്തെ നോക്കി നിങ്ങൾ പറയണം ഈ വായിക്കുന്നത് തെറ്റാണോ ശരിയാണോ. നിങ്ങൾ കൊണ്ടൊന്ന് വായിച്ചു കൊടുക്കൂ. തഫ്സീർ റാസിയിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അതാ ഇമാം റാസി പറയുകയാണ്, നിങ്ങളുടെ ഇമാം കൈഫ ഖാലു ഫിൽ അസ്നാമി ഇന്നഹാ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട്, വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചത്. ആ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകൾ
ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്തുള്ള ശുപാർശകരെന്ന് പറയുന്നത്. എവിടെ? അള്ളാഹുവിന്റെ അടുത്ത്. അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ, അള്ളാഹുവിനെ ആരാധിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പിന്നെ എന്താണ് മക്കയിലെ മുശ്രിക്കുകളുടെ ആശയവും ഈ സമൂഹത്തിന്റെ ആശയം തമ്മിലുള്ള വ്യതിരിക്തത? ഈ സമൂഹം വിശ്വസിക്കുന്നതും മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചതും തമ്മിൽ പൊരുത്തമുണ്ടോ? അദ്ദേഹം പറയുകയാണ്, പല വജ്ഹുകളും ഇങ്ങനെ പറയുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹത്തെക്കുറിച്ച് നമ്മുടെ അള്ളാഹുവിന്റെ അടുത്തുള്ള ശുപാർശകരാണെന്ന് പറയാൻ അവർ കൊണ്ടുവരുന്ന ന്യായങ്ങൾ, ആ ന്യായത്തിനെ കുറിച്ചിട്ടുള്ള രൂപത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വറാബിഉഹാ, നാലാമത്തെ, അന്നഹും വസഫു ഹാദിഹിൽ അസ്നാമ വൽ ഔഥാന അന്നഹും വദഉ ഹാദിഹിൽ അസ്നാമ വൽ ഔഥാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. ഈ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അവർ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചത് തങ്ങളുടെ അമ്പിയാക്കളുടെ രൂപത്തിലാണ്, തങ്ങളുടെ സമൂഹത്തിലെ നേതാക്കന്മാരുടെ രൂപത്തിലാണ്, സാലിഹുകളുടെ മഹാന്മാരുടെ രൂപത്തിലാണ്. മുശ്രിക്കുകൾ പ്രതിഷ്ഠിച്ചത് അമ്പിയാക്കളുടെ രൂപത്തിലാണ്, അതിൽ പ്രതിഷ്ഠിച്ച് നിർത്തി. പല വജ്ഹുകളും പറയും, പക്ഷേ ഈ വജ്ഹ് വായിക്കാനുള്ള ഒരു കാരണമുണ്ട്. വസഅമു അന്നഹും മത്തശ്തഗലു ബിഇബാദത്തി ഹാദിഹി التماثيل فإن أولئك الأكابر تكون شفعاء لهم عند الله تعالى. എപ്പോഴാണ് ഈ വിഗ്രഹങ്ങളെ ബിംബങ്ങളെ മഹാന്മാരുടെ അമ്പിയാക്കളുടെ രൂപത്തിൽ തങ്ങൾ പ്രതിഷ്ഠിച്ചത്? ഇബ്രാഹിം നബിയെ പോലെ, ഇസ്മായിൽ നബിയെ പോലെ, ഇസ്ഹാഖിനെ പോലെ, അങ്ങനെയുള്ള അമ്പിയാക്കൾ, അതേപോലെ തന്നെ സ്വാലിഹുകൾ അവരുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ച ഈ വിഗ്രഹങ്ങളെ ബിംബങ്ങൾക്ക് വഴിപ്പെടുമ്പോ, അതിനെ ആരാധിക്കുമ്പോ അവർക്ക് ശുപാർശകരായി മാറും. തീർന്നില്ല, ഇനിയാണ് ഈ നാട്ടിലെ ഖുറാഫികളുടെ, എപിയുടെ, ഈക്കയുടെ സ്ഥാപനത്തിന്റെ അടിത്തറ പിടിച്ചു കുലുക്കുന്ന വാചകം. വനദീറുഹു, അതിനോട് സമാനമായിട്ടുള്ളതാണ്. ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅദീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സിട്ടികളിൽ അധിക ആളുകളും വ്യാപൃതമായിരിക്കുന്നത്. അല ഇഅ്തിഖാദി, ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും, അവരുടെ ഖബറുകളെ അവർ ബഹുമാനിച്ചാൽ ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് അവർക്കുള്ള ശുപാർശകരാകുമെന്ന്. അതല്ലേ മമ്പുറത്തുള്ളത്, അതല്ലേ ഭീമാപ്പള്ളിയിലുള്ളത്? അല്ല, കടന്നുപോയി. ഇമാം റാസി, നിങ്ങളുടെ റാസി ഇമാം പറഞ്ഞത്, ആ ഖബറിനെ അങ്ങ് ബഹുമാനിച്ചാൽ അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശകരാകുമെങ്കിൽ അല്ല, ഒന്ന് കടന്നിട്ടും ആ ഖബറിനെ ബഹുമാനിച്ചിട്ടും ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. സന്താന ലഭ്യതയ്ക്ക് വേണ്ടി, ജോലി കിട്ടാൻ, കടം മാറാൻ, മകളുടെ വിവാഹം എളുപ്പം കഴിപ്പിക്കപ്പെടാൻ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് ഖബറാളിയോട് വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു കലങ്ങി നിൽക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, അതേപോലെ തന്നെ പുരുഷന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ സമൂഹത്തിന്റെ വിശ്വാസം കൊണ്ടാണ് അവർ കളിക്കുന്നത്. ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകത്തിലോട്ടും ഈ സമൂഹത്തെ തള്ളിവിടാനുള്ള, എങ്ങനെയെങ്കിലും ശിർക്ക് ചെയ്തിട്ടാവട്ടെ, നരകത്തിൽ പോയി തൊലങ്ങി കത്തി നശിച്ചിട്ടാവട്ടെ, ഞങ്ങളുടെ പള്ള വീർക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഇവർ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് സമൂഹം തിരിച്ചറിയണം. സമൂഹം തിരിച്ചറിയണം, ശിർക്ക് എന്ന് പറയുന്നത് മഹാപാതകമാണ്, അപകടമാണ്. എല്ലാ അമ്പിയാക്കളും വന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും സത്യത്തിലോട്ട് ക്ഷണിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്, അവനിൽ യാതൊരു പങ്കുകാരനും. ഇമാം റാസി ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇത് വായിച്ച് സമൂഹത്തെ പഠിപ്പിക്കാൻ ധൈര്യമുണ്ടോ ഇവർക്ക്? അപ്പൊ രണ്ട് സംഗതികളാണ്. ഒന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് നബിയോട് ഉഹദിലും ബദറിലും നബിയോട് പോരാടിയ ആ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചിരുന്നു. അതോടൊപ്പം അല്ലാഹുവിലോട്ട് സാമീപ്യം കിട്ടാൻ വേണ്ടി വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ സ്വാലിഹുകളുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അതിനോട് സമാനമാണെന്ന് പറയും. ഈ കാലഘട്ടത്തിൽ ഇവിടത്തെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ശിർക്കിന്റെ വാഹകർ എങ്ങനെയാണ് ആചാരമായി ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അതിലോട്ട് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇമാം റാസി ഇവിടെ ഗണ്ണിക്കുകയാണ്.